ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായി സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ രാത്രി മുഴുവൻ പിതാവിനോട് കൂടെയായിരുന്ന് പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ടാണ് പ്രഭാതത്തിൽ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. അവരെ അപ്പസ്തലന്മാർ എന്ന് വിളിക്കുകയും ചെയ്തു. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചന ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രഭാതത്തിൽ അവന് ഉണർന്ന് വിജന സ്ഥലത്തേക്ക് പോയി. അവനെ അന്വേഷിച്ച് പത്രോസും കൂട്ടരും പുറപ്പെട്ടു. അവനെ കണ്ടെത്തിയപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, നിന്നെ എല്ലാവരും അന്വേഷിക്കുന്നു. യേശു അവനോട് പറഞ്ഞു, നമുക്ക് പോകാം, അടുത്ത പട്ടണത്തിലേക്കും പ്രസംഗിക്കേണ്ടിയിരിക്കും. അവൻ അടുത്ത പട്ടണങ്ങളിൽ ചെല്ലുകയും സിനഗോഗുകളിൽ പ്രസംഗിച്ചും പിശാചുക്കളെ ബഹിഷ്കരിച്ചും ഗലീലയിൽ ഉടനീളം അവൻ സഞ്ചരിച്ചു. ഈശോയുടെ ദൗത്യം, പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപെല്ലാം പിതാവുമായുള്ള ഒരു ബന്ധപ്പെടലുണ്ട്. പ്രാർത്ഥനയ്ക്കായി അധിക സമയം ചെലവഴിക്കുന്നു. പിതാവിനോട് കൂടെയിരുന്ന് പിതാവിൻ്റെ ഹൃദയരഹസ്യങ്ങൾ മനസ്സിലാക്കി ദൈവജനത്തിന് ആവശ്യമുള്ളത് കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. സ്നേഹമുള്ളവരെ, ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളുമുണ്ട്. കുടുംബജീവിതക്കാരെന്ന നിലയിൽ കുടുംബത്തിൻ്റെതായ കാര്യങ്ങൾ വളരെ ഭദ്രമാക്കേണ്ടതായിട്ടുണ്ട്. തൻ്റെ ബുദ്ധിശക്തിയും പ്രവർത്തന മികവും എല്ലാം നല്ലതാണെങ്കിലും അതിനെ പൂർണ്ണതയിൽ എത്തിച്ചേരണമെങ്കിൽ അനേക സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കണം. എൻ്റെ സംസാരവും പെരുമാറ്റവും പ്രവൃത്തിയും എൻ്റെ കൂടെ ആയിരിക്കുന്നവർക്കും എന്നെ ശ്രവിക്കുന്നവർക്കും ദുഷ്കരമാകാതിരിക്കുവാൻ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ദൈവസ്വരം ശ്രവിച്ച് അത് ദൈവജനങ്ങൾക്കായി അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ജീവിത പങ്കാളിക്കും മക്കൾക്കും കൂടെയുള്ളവർക്കും അത് പകർന്നു കൊടുക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അങ്ങനെ നന്മയുടെ അരൂപി കുടുംബനാഥയിലും മക്കളിലൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവർ വിജയം വരിക്കും. അവരുടെ ഭവനത്തിൽ നിന്ന് തിന്മയുടെ അരൂപികൾ പുറത്താക്കപ്പെടും. അവന് അനേകരെ പഠിപ്പിക്കുവാൻ കഴിയും. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. പ്രഭാതത്തിലും രാത്രിയിലും കൂടുതലായി പ്രാർത്ഥിക്കുവാനും അതിനായി സമയം കണ്ടെത്തുവാനും ഇടയാകണം. അതിലൂടെ കുടുംബാംഗങ്ങൾക്ക് വലിയ നന്മകൾ കൈവരികയും ചെയ്യും. ഒരു ശുശ്രൂഷകനാണെങ്കിൽ കുടുംബാംഗങ്ങൾക്കും അവൻ ഏതെല്ലാം മേഖലകൾ ശുശ്രൂഷ ചെയ്യുന്നോ ആ വ്യക്തികൾക്കെല്ലാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവനാണ്. ദൈവഹിതം അറിഞ്ഞ് അവരോട് സംസാരിക്കുക, അവരോട് പ്രവർത്തിക്കുക. തൻ്റെ ബുദ്ധിയിൽ നിന്ന് പറയുന്നതെല്ലാം ദൈവഹിതമായിരിക്കണമെന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം ഓർത്തിരിക്കുക. ത്രിയേകദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.